കോഴി കിണ്ടുന്ന പോലെ കിണ്ടിക്കൊണ്ടിരിക്കാതെ അത് മുഴുവൻ കഴിക്കും മക്കളെ. മതിയപ്പാ, വയറ് നിറഞ്ഞു. അമ്മച്ചി ഉണ്ടാക്കുന്ന പോലെ കൊണ്ട് പറ്റുന്നില്ലല്ലേ? അവിടെ കൈപ്പുണ്യം ഒന്ന് വേറെ അല്ലേ? അടുത്ത ഗാനം ആലപിക്കുന്നത് യേശുദാസ്. ചിത്രം അയലത്തെ സുന്ദരി. ഗാനരചന വയലാർ, സംഗീതം ശങ്കർ ഗണേഷ്. തെറ്റ് തെറ്റ്, പൊട്ട തെറ്റ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് വയലാറല്ല, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന ഒരു പുതിയ പാർട്ടിയാണ്. പിന്നെ റേഡിയോക്കാർക്ക് അറിയാത്ത കാര്യമല്ലേ അപ്പനറിയുന്നേ? പറ്റുണ്ടോ? ഈ പാട്ട് എഴുതിയിരിക്കുന്നത് വയലാറല്ല. ഞാനേ വെറും ഒരു സിനിമാ കൊട്ടയിലെ മാനേജർ മാത്രമല്ല, മനസ്സിലായോ? അത് ശരിയാ, കൊട്ടകയിലെ മാനേജർ മാത്രമല്ല, അവിടുത്തെ ടിക്കറ്റ് കീറലും തൂത്തുവാരലും വൃത്തിയാക്കലും ഒക്കെ ചെയ്യുന്ന അപ്പം തന്നെ. ഓടാ അവിടുന്ന്. വിഗതകുമാരൻ മുതൽ ഇന്ന് വരെയുള്ള മലയാള സിനിമയുടെ ചരിത്രം ഉണ്ടല്ലോ, പച്ചവെള്ളം പോലെ പച്ചവെള്ളം പോലെ. ഈ ജോസ് ഇത് എവിടെ പോയി കിടക്കുവോ? ഇന്നും അവൻ്റെ കൂടെ സൈക്കിളിൽ തന്നെയാണോ പോകുന്നത്? അവനുമായിട്ടുള്ള കൂട്ടത്ര ശരിയല്ലെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. എടാ ജോസേ, ഈ പാട്ട് എഴുതിയാരാന്നറിയോ നിനക്ക്? ഓ പിന്നെ, കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ആ ഈ യു എന്ന് പറഞ്ഞത്. അത് എഴുതിയത് ആരാന്ന് പോലെ എനിക്കറിയാൻ മേല. അന്നേരവാ ഈ പാട്ടോ? പിന്നല്ലയോ? അതന്നെയല്ലോ ഞാനും പറഞ്ഞു. പാലച്ചായോ, ഈ വരിയുടെ അടുത്ത് തന്നെതാ. ഏത് വരി? ഈ അതരം കൊണ്ട് അതരത്തിൽ അമൃത് നിവേദിക്കും എന്ന് പറഞ്ഞതാ. ഡൊമിനിക്കേ, കുറച്ചു മുമ്പ് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ഇതാ കാര്യം. ചോട്ടിക്കോ, സൂക്ഷിച്ചു പോണേ മക്കളെ. കത്രീനെ, മതിയടി, ഒന്നിങ്ങ ഇറങ്ങി വാ. നിക്കടി, ഒരു രണ്ടെണ്ണം കൂടി പറിക്കട്ടെ, ആരെങ്കിലും കാണും. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഒന്ന് ഇറങ്ങി വാടി, ഒന്ന് വേഗം വാ. വേഗം വാ, വേഗം വാ. ഓ അയ്യോ, എത്ര നേരം കൊണ്ട് വിളിക്കുവാ. വാ ഇങ്ങോട്ട്. എനിക്കെങ്ങും വേണ്ട, കൊണ്ടുപോ. സഞ്ചിയിലിട്ടോടി. ആ ശൂർപ്പണ ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ നല്ലതാ. ആ വീട്ടുകാരെങ്ങനെ കണ്ടിരുന്നെങ്കിലേ നാണക്കേടായനെ. ഓ പിന്നെ, 2 ചാമ്പങ്ങ പറിച്ചു തിന്നുന്നതിന് എന്നാ നാണക്കേടുണ്ടാവാനാ? പിന്നെ എന്നാത്തിനാ പട്ടി ഉറച്ച് പോടിയേ? അത് നാണം കൊണ്ടല്ലോ, പേടിച്ചിട്ടല്ലേ? നോക്കിക്കേടി, നിന്റെ പ്രേം നസീർ വരുന്നുണ്ട്. ഗംഗാധരൻ ഡോക്ടറിന്റെ മരുന്നിന്റെ കുറിപ്പടി വായിക്കാനില്ലോ ഇത്രയും പാട്. എന്തോരം അക്ഷരത്തെറ്റാടി. ഞാനങ്ങ് സഹിച്ചു. ഓ എടി മേരി, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ ജോസ് 8-ലല്ലായിരുന്നോ? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും ജോസ് 8-ൽ തന്നെ അല്ലായിരുന്നോ? അതേ പിന്നെ അവൻ തോറ്റിട്ടില്ലല്ലോ. എന്താന്നറിയാം നിനക്ക്? ഞാൻ 5-ന്ന് 8 എത്തുന്നതും കാത്ത് മനഃപൂർവ്വം അവൻ തോറ്റുവിട്ടിരുന്നതാ. അത്രയ്ക്ക് ഇഷ്ടം അവൻ എന്നോട്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയ എനിക്ക്. ഇന്നേ കൊക്കത്തോട്ടത്തിൽ കാവലിൽ നിൽക്കാനേ നീ വേറെ ആളെ നോക്കിക്കോ. അയ്യോ പൊന്നെ, ചതിക്കല്ലേ. നീ അല്ലേടി എന്റെ ധൈര്യം. ഓരാത്തതിന് ആ ഡൊമിനിക്കൂല്ലേ കൂടെ? പഷ്ട്. അവരെന്നെ കാണുന്നത് തന്നെ കല്ലിയ. ഞാൻ എന്നാ ചെയ്തിട്ടാന്ന് എനിക്കറിയാൻ മേല. എനിക്ക് മരങ്കേറി എന്നുള്ള പേരിട്ടത് അവനാണോ നല്ല സംശയമുണ്ട്. ചിരിക്കണ്ട. മേരി മോളെ, നാരങ്ങ മിഠായി വേണോ? ചാമ്പങ്ങ വേണോ?
അവനവനെ കൊണ്ടാവുന്ന പണി ചെയ്താ പോരെ. ആഹാ, മുട്ടുപൊട്ടി ചോര വരുന്നുണ്ടല്ലോ. വയ്യാത്ത പട്ടി എന്നാത്തിനായി കയ്യാല കയറാൻ നിൽക്കുന്നേ. കാണിച്ചേ, ഈ കമ്മ്യൂണിസ്റ്റ് വെച്ചിട്ട് നീരൊഴിച്ചാലേ ഇത് വേഗം കരിയും. വേണ്ട. അതിനെന്നിട്ട് അപ്പം കോൺഗ്രസ് ആയോണ്ടാണോ? വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. അതിന് നീ എത്രയുടെ എന്നോട് ചൂടാവുന്നേ? നിനക്കൊക്കെ ഉണ്ടല്ലോ ചോറിയണത്തിന്റെ അല്ലേ പറിച്ചു തരേണ്ടത്. കാട്ടുപൂത്ത്. ആരും വന്നിട്ടൊന്നുമില്ല, ഞാൻ പോവാ. നീ വരണ്ടോ? ഞാനും വരുന്നു. പിന്നെന്തിനു വിളിച്ചേ? ആ മരം കേറി കത്രീനയുടെ തലയിൽ വെള്ളിടി വെട്ടണേ കർത്താവേ. എടാവേ, ആദ്യ ചുംബനത്തിന് വേണ്ടി 2 മില്ലിമീറ്റർ ദൂരം മാത്രം ബാക്കിയുള്ളപ്പോഴാ അവളുടെ ഒടുക്കത്തൊരു വിസിലടി. വാ. ഡൊമിനിക്കേ, നീ എന്നതേ കാണിക്കുന്നത്? ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ കറക്കണം, മനസ്സിലായി? അപ്പൊ അങ്ങനെ പൊക്കോളൂ. ആഹാ. തോപ്രാംകുടി പള്ളിയിലെ പെരുന്നാൾ തുടങ്ങിയല്ലോ. മക്കളെ, നിന്റെ അമ്മച്ചിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടതെന്ന് പറയുമ്പോൾ ഇവളാണ് എൻ്റെ പെണ്ണ് എന്ന വിചാരത്തോടുകൂടി ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ പള്ളിയിലെ പെരുന്നാൾ കൂടാൻ പോയപ്പോഴാണ്. കൊച്ചുനാൾ പോലെ അവളെ എനിക്ക് അറിയായിരുന്നു. പക്ഷേ അക്കാലത്തൊക്കെ ഈ നാട്ടിലെ ഒരു പെണ്ണ് എന്നതിനപ്പുറം അവളെപ്പറ്റി വേറൊരു വിചാരം എനിക്കില്ലായിരുന്നു. പക്ഷേ ആ പള്ളിപ്പെരുന്നാളിലെ കൂട്ടുകാരികൾക്കൊപ്പം അണിഞ്ഞൊരുങ്ങി പെരുന്നാൾ കാണാൻ വന്ന റബേക്ക, അന്ന് വരെ കാണാത്ത റബേക്ക, ഒരു മാലാഖയുടെ ചേലായിരുന്നു നമുക്ക്. ആ ദിവസം മുതൽ എനിക്ക് ഇരിക്കപ്പുറത്തില്ലതായടാ. അവളോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ നെഞ്ചും കൂടെ പൊട്ടിപ്പോകുന്നൊരു തോന്നലായിരുന്നു. എന്നിട്ട് അപ്പനെപ്പോഴും അമ്മച്ചിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത്? അന്നത് നേരിട്ട് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അന്നത്തെ കാലം അതല്ലേ. പിന്നെ ഞാൻ നോട്ടം കൊണ്ടും ചിരി കൊണ്ടും ചില്ലറ വേലത്തരങ്ങളൊക്കെ കൊണ്ട് എൻ്റെ ഇഷ്ടം അറിയിക്കാൻ പലതും പയറ്റി നോക്കി. പക്ഷെ അതൊന്നും അങ്ങോട്ട് ഏറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ അപ്പാ ടയറ് കീറി. കർത്താവേ, ഇനി ഇതും ചുവന്നോട്ട് പോണമല്ലോ. അതുവരെ എനിക്കറിയാമായിരുന്ന കത്രീനയല്ല അന്ന് ഞാൻ കണ്ടത്. ഒരു മാലാഖയുടെ ചേലും ചന്തവുമുള്ള സുന്ദരിയായ കത്രീന. നക്ഷത്രങ്ങൾ തിളങ്ങിയ അവളുടെ കണ്ണുകൾ, നിലാവ് പോലെ അവളുടെ പുഞ്ചിരി. അന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു, ഇവളാണെൻ്റെ പെണ്ണെന്ന്. ഒരു കാലത്ത് എൻ്റെ അപ്പൻ്റെ ഉറക്കമില്ലാതാക്കിയ അതേ പള്ളി പെരുന്നാൾ വർഷങ്ങൾക്കിപ്പുറം എൻ്റെയും ഉറക്കം നഷ്ടപ്പെടുത്തി. അപ്പാ, എന്നാടാ? അപ്പൻ ഉറങ്ങിയില്ലേ? ഇല്ല. എന്താടാ? അമ്മച്ചിയോടുള്ള ഇഷ്ടം അപ്പൻ എങ്ങനെ അറിയിച്ചത്? നീ ആ കഥ ഇതുവരെ വിട്ടില്ലേ? എനിക്കെങ്ങനെ വിടാനൊക്കെ? എൻ്റെ അപ്പൻ്റെ അമ്മച്ചിയുടെ കഥയല്ലേ അത്? റബേക്കയെ എന്നും കാണാൻ വേണ്ടി ഞാൻ അവളുടെ അപ്പൻ്റെ ചായക്കടയിലെ പണിക്കാരനായി.
അതിൻ്റെ പിന്നാമ്പുറത്തായിരുന്നു അവളും കുടുംബവും താമസം. എല്ലും മുറിയെ പണിയുണ്ടായിരുന്നെങ്കിലും കണ്ണ് നിറയെ അവളെ കാണാൻ പറ്റില്ല എന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടില്ല. പെട്ടെന്നായിരുന്നു ഒരു പട്ടാളക്കാരൻ്റെ കല്യാണാലോചന അവൾക്ക് വന്നത്. പെണ്ണ് കാണലും കല്യാണം ഉറപ്പിക്കലും ഇല്ല, ചടയെന്നും കഴിഞ്ഞു. കാശിന് ഗതിയില്ലാത്ത ഞാൻ അവളെ മറക്കാൻ ശ്രമിച്ചു. ഒരു പാതിരാത്രിക്ക് ആരോടും പറയാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അന്നേരം എൻ്റെ പിറകെ വന്ന് റേബക്ക ചോദിക്കുക, എന്നെ കൂടെ കൂട്ടാവോ പൗലച്ചായാന്ന്. അമ്മച്ചിക്ക് അപ്പനെ നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നല്ലേ? ഞാൻ അവളെ പ്രേമിക്കും മുമ്പ് തന്നെ അവളെന്നെ പ്രേമിക്കുന്നുണ്ടായിരുന്നുണ്ടാ മക്കളെ. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അതെങ്ങനെയും ഏത് വഴിക്കെങ്കിലും അവരെ അറിയിച്ചിരിക്കണം. ഇല്ലേല് പറയാൻ പറ്റാതെ പോയ ഇഷ്ടത്തിൻ്റെ പിടച്ചിൽ മരണം വരെ നമ്മുടെ നെഞ്ചിലുണ്ടാവും. കത്രീന, ഒരു ഞാവൽപ്പഴം തരൂ. അതെ, കാലിലെ മുറിവ് ഉണങ്ങിയായിരുന്നു കേട്ടോ. എന്ത്? അല്ല, അന്ന് ടാക്കീസി വെച്ച് ചോദിച്ചില്ലായിരുന്നോ മുറിവ് ഭേദായോന്ന്? ഓണപ്പരീക്ഷയുടെ ജോബത്തിന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്നാളെ ഞാൻ ആദ്യമായിട്ട് കാണും. മേരി, എന്താ? മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? ടീച്ചർ നോക്കുന്നു. ജോസെ, എന്നാ മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? റഷ്യൻ വിപ്ലവം, ഉപ്പ് സത്യാഗ്രഹ, ജാലിയൻവാല ബാഗ്. ഡൊമിനിക്കിനോട് ചോദിക്കി. ഡൊമിനിക്ക്, മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? മലബാർ കലാപത്തിന് പകരം ഞാൻ അവൾക്ക് കൊടുത്തത് പ്രണയം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൻ്റെ കലാപങ്ങളായിരുന്നു. പത്താം തരത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാനും മേരിയും ജയിച്ചു. കത്രീന തോറ്റു. ജോസ് ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ തിരുത്തപ്പെടാത്ത റെക്കോർഡ് തോൽവി സ്വന്തമാക്കി. ആ റെക്കോർഡിൻ്റെ തിളക്കവുമായി ജോസ് ഗൾഫ് ലക്ഷ്യമാക്കി ബോംബെക്ക് നാടുവിട്ടു. അധികം വൈകാതെ മേരിയെ പോസ്റ്റ്മാൻ ജോർജ് കുട്ടിക്ക് കെട്ടിച്ചു കൊടുത്തു. ഞാൻ കോളേജിൽ ചേരാനുള്ള അപേക്ഷയും കൊടുത്ത് ടൈപ്പ് റൈറ്റിങ്ങിനും ഷോർട്ട് ഹാൻഡിനും ചേർന്നു. കത്രീന
അടുത്ത കൊല്ലത്തെ പരീക്ഷയ്ക്കായി കാത്തിരുന്നു.